ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അപർണ മുരളി, നമ്മുടെ ഹക്കീം ഷാ തുടങ്ങിയവർ അഭിനയിച്ച മിറാഷ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പുള്ളി നമുക്കറിയാം ജിത്തു ജോസഫ് എന്ന പേര് തന്നെയാണ് ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ കാരണം. അപ്പോൾ പുള്ളി അത് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ഓൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഈ ഒരു സിനിമ ടോട്ടലി ഒരു ആവറേജ് ഒരു മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ട് മാത്രമേ എനിക്ക് മിറാഷ് അനുഭവപ്പെട്ടുള്ളൂ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ട്രെയിൻ ആക്സിഡന്റ് കാണിക്കുന്നുണ്ട്. അതിൽ കിരൺ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ്. അപ്പോൾ അവരുടെ കാമുകി അഭിരാമി, അപർണ പാലിമുരളിയാണ് കഥാപാത്രം ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് സീൻസൊക്കെ കാണിക്കുന്ന ഇവർ തമ്മിലുള്ള ഇഷ്ടം. അങ്ങനെ പുള്ളിയുടെ മരണം ആകെ ഇവിടെ ഒരു ട്രോമ എന്ന രീതിയിലാക്കിയിരിക്കുകയാണ് അപർണ പാലിമുരളിനെ. അപ്പോഴാണ് ഒരു ഭാഗത്ത് രാജ്കുമാർ, അതായത് ഇവർ ജോലി ചെയ്യുന്നതിൻ്റെ ഓണർ, അവരിൻ്റെ ആളുകളും പോലീസിൽ നിന്നും ആളുകളും ഒരു ഹാർഡ് ഡിസ്കിന് അന്വേഷിച്ച് ഇവളുടെ പക്കലെത്തുന്നതാണ്. പുള്ളിക്ക് ഈ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ പിന്നീട് ഈ ഹാർഡ് ഡിസ്കിൽ എന്താണ്, ഈ ഹാർഡ് ഡിസ്ക് എവിടെയാണ് ഉള്ളത്, ആ ഹാർഡ് ഡിസ്കിൻ്റെ മിസ്സിങ്ങും കിരണിൻ്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അതിനിടയ്ക്ക് അപർണ പാലിമുരളിയുടെ ക്യാരക്ടറിനെ സഹായിക്കാനായി എത്തുന്ന ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറായിട്ടാണ് ആസിഫ് അലി എത്തുന്നത്. സോ നമുക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ പോകുമ്പോൾ പുതിയ ഫാക്ട്സ് നമ്മളെ തേടി എത്തുന്ന ഒരു സിനിമയാണ് മിറാഷ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കാണുന്ന കാര്യങ്ങളായിരിക്കില്ല പിന്നീട് ദൂരെ പോകുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഫാക്ട്സ് ഉണ്ടാവും. അങ്ങനെ പോകുന്ന ആദ്യ പകുതി ഒരു അത്യാവശ്യം ഒരു മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ആൻസൈറ്റി നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം, എന്താണ് ഹാർഡ് ഡിസ്കിലുള്ളത്, ഹാർഡ് ഡിസ്ക് കൊണ്ട് എന്തായിരുന്നു ഇവരുടെ പ്ലാന്, അങ്ങനെ തുടങ്ങിയ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്ത് നമ്മൾ പ്രേക്ഷകർ ഇരിക്കുന്നതായിരിക്കും. പക്ഷെ അത് ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ സിനിമ ഭയങ്കര ഫ്ലാറ്റ് ആയി പോലെ തോന്നി. അതായത് നമുക്ക് മനസ്സിലായി ഇതാണ് സംഭവം, ഓക്കെ, എന്നാൽ പിന്നെ ഇനി വലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ, പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്ത് സിനിമ തീർക്കാം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സെക്കൻഡ് ഹാഫ് ആയിരുന്നു സിനിമയിലുള്ളത്. ആൻഡ് ഒരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റും സിനിമയിലുണ്ട്. സിനിമയിലെ ആദ്യ പകുതിയിൽ വരുന്ന കുറച്ച് ട്വിസ്റ്റുകൾ എനിക്ക് പേഴ്സണലി വർക്കായില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തു ആദ്യം തന്നെ നമുക്ക് ആ ഫ്ലോ മനസ്സിലാകുമ്പോൾ തന്നെ കുറേ പേരെങ്കിലും ഇത് പ്രെഡിക്റ്റ് ചെയ്ത ട്വിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ട്വിസ്റ്റ് ഒന്നും ഏൽക്കാതാകുമ്പോൾ തന്നെ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ ഒരു ത്രില്ലർ എന്ന സിനിമ ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. പിന്നെ വിഷ്ണു ശ്യാമിൻ്റെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ഇതിൽ ഹന്ന ചെയ്ത നമ്മുടെ രക്ഷാധീര ബൈജു ഫാമിലിയിലെ ഹന്ന വിജയൻ പുള്ളി ചെയ്ത ഒരു ക്യാരക്ടർ, ഞാനത് എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ടൊരു ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. തുടക്കത്തിൽ ഇവർ അപർണ ബാലമുരളിയും ഇവളും തമ്മിലുള്ള കോൺവെർസേഷനിൽ പുള്ളി തമിഴ് സംസാരിക്കുന്നുണ്ട്, അപർണ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാളും മലയാളത്തിൽ സംസാരിക്കുന്നു. പിന്നെ അവളുടെ ഫ്ലാറ്റിൽ പോകുമ്പോൾ അവളുടെ അമ്മ തമിഴ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൊന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മലയാളിയാണ്, തമിഴ് തെരിയും എന്ന് പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല. ലോജിക്കലി ഈ സിനിമയിൽ കുറേ നല്ല ക്ലൈമാക്സ് ട്വിസ്റ്റ് അടക്കം കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലോജിക്കലി അല്ലെങ്കിൽ നിറയെ ഓട്ടകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ. ഫസ്റ്റ് ഹാഫ് വരെ ജസ്റ്റ് ഓക്കേഷ് ആയിരുന്നു, അതിനുശേഷം കുറച്ച് കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമ. കാരണം ഇതിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലാവും. കാരണം ആ ഹാർഡ് ഡിസ്ക് എന്താണ്, ഇത്രയും വലിയൊരു കമ്പനീൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് അടക്കം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ മിസ്സാകുന്നുള്ള ഭയത്തോടെ വില്ലൻ അപർണയുടെ പിന്നാലെ പോവുകയാണ്. തൻ്റെ കാമുകൻ എവിടെയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതെന്തിനാണ് ഈ വൈൻഡ് അപ്പ് ചെയ്ത് അവസാനം വരെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഒരു ട്രിം ചെയ്യായിരുന്നു. ഒരു 2.5 മണിക്കൂറുണ്ട് സിനിമ. എനിക്ക് ആക്ച്വലി അത്രയും ലെങ്ത് ഈ സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് തോന്നി. കാരണം ഒരു 2 മണിക്കൂർ 2:10 അങ്ങനെയൊക്കെ വരുന്നപ്പോൾ അത്രയും ട്രിം ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ടോട്ടലി എല്ലാവർക്കും എനിക്കറിയില്ല, ഞാൻ നിറയെ സിനിമകൾ കാണുന്നതുകൊണ്ടായിരിക്കാം എന്ന് എനിക്കറിയില്ല, ഈ ട്വിസ്റ്റൊക്കെ ഭയങ്കര എക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എനിക്ക് അത്രയ്ക്ക് ഒരു ഗംഭീര സിനിമയായിട്ട് തോന്നിയില്ല. ജസ്റ്റ് ഒരു ആവറേജ് ത്രില്ലർ വിത്ത് ഓക്കേഷ് ഫസ്റ്റ് ഹാഫ് ആൻഡ് ഒരു ആവറേജ് സെക്കൻഡ് ഹാഫ്, ഓക്കേഷ് ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്താ പറയുക, ഞാൻ ആസിഫ് അലി, അപർണ ഇവരുടെ നല്ല ഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സിൽ. സോ നിങ്ങൾ തിയേറ്ററിൽ മിറാഷ് ഓടുന്നുണ്ട്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.